ഒരു സംഭവം എന്ന് പറയാം. ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ ആ ഗ്രൗണ്ടിലിരിക്കുകയാണ്, ഞാനും കുഞ്ഞും. അപ്പോൾ ഞാനെന്നും കാണുന്ന ഒരു ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ കടയിൽ പോയിട്ട് വന്നപ്പോൾ ആ ചേച്ചിയും കൂടെ ഞങ്ങൾ പിടിച്ചവിടെ നിർത്തി. ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് താഴെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ പുരയിടത്തിൽ നിന്ന് കഴിഞ്ഞാൽ, ആ ഗ്രൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ചേച്ചിയുടെ വീട് കാണാം, എൻ്റെയും വീട് കാണാം. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്ന സമയത്ത് ഈ ചേച്ചിയുടെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈ 10 മണിയൊക്കെ ഉണ്ടല്ലോ, 8 മണി 10 മണി ചെറിയ പൂവുണ്ടാകുന്നത്, ആ സൈഡിൽ മുഴുവൻ അങ്ങനെ പല കളറിൽ നല്ല ഭംഗിയുള്ള ചെറിയൊരു റോസാപ്പൂ അങ്ങനെ ഇരിക്കും. അതുപോലത്തെ നല്ല ചുവപ്പ് കളറിലൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ ചേച്ചി വെച്ചിട്ടുണ്ട്. ഓരോ തണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ വലുതാക്കി എടുത്ത് കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കും, നല്ല ഭംഗിയാണ്. അപ്പം ഞങ്ങളവിടെ സംസാരിക്കുമ്പോൾ തന്നെ ചിലരൊക്കെ വന്നു കഴിയുമ്പോൾ ചോദിക്കും, ചേച്ചി കൊടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ചോദിച്ചു, സൗമ്യയ്ക്ക് വേണ്ടേ? ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പം വേണ്ട, കാരണം ഇവളിത്തിരി ഇപ്പം എല്ലാം പറിച്ച് കളയുന്ന ഒരു ടൈമാണ്. പിന്നെ അത് മാത്രമല്ല, ഇത്തിരി ഒന്ന് മഴയാവട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ ചോദിക്കാം, തന്നാൽ മതി, വെറുതെ കൊണ്ട് കളയണ്ടല്ലോ, ഇവിടെ നിൽപ്പുണ്ടല്ലോ എന്തായാലും എന്ന് പറഞ്ഞു. എൻ്റെ ചെടിച്ചട്ടിയൊക്കെ ഞാൻ ലെവലാക്കട്ടെ, കുറേയൊക്കെ വൃത്തിയാക്കി എടുക്കാനുണ്ട്, എന്നിട്ടും തരാമെന്നിട്ട് പറഞ്ഞു. ഈ 2-3 ദിവസത്തേക്ക് മുമ്പ് ആ ചേച്ചിയുടെ ഞാൻ പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ ചെടി തന്നേക്കെന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നു. ഞാൻ കൊണ്ടുവന്ന് കിളിപ്പിച്ചു, റെഡിയായി വരുന്നുണ്ട്. കാരണം ഇതൊരു ചെറിയ തണ്ട് മതി, പെട്ടെന്നാണ് സ്പ്രെഡായി നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഞങ്ങളവിടെ നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥിരം ഈ റൂട്ടിൽ പോകുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മയുടെ മോളുടെ വീട് അപ്പുറത്താണ്. അപ്പോൾ അവിടെ പിള്ളേരുണ്ട്. ഒരാൾ അമ്മയുടെ അടുത്തോട്ട് വരും രാവിലെ, അപ്പം തിരിച്ച് കൊണ്ടുവിടാനൊക്കെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. അപ്പം ഈ ചേച്ചി അവിടെ ഇല്ലെന്ന് കണ്ടപ്പോഴാണോ, ആരും ഇല്ലെന്ന് തോന്നിയിട്ടാണോ അറിയത്തില്ല, ഈ അമ്മ നേരെ ആ വീട്ടിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ചെടിയിൽ നിന്നെല്ലാം തണ്ടോടിച്ച്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് കണ്ട് ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചി ഹോ എന്നൊക്കെ വെച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി. അപ്പം എനിക്ക് പക്ഷേ, കാരണം ഈ ഒരു വേലി ഇങ്ങനെ നമ്മൾ ഒരു സൈസിലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വേലിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് പക്ഷേ ഇങ്ങനെ കാണാൻ പറ്റും, നമ്മൾ ഈ ഗ്രീൻ ഹൗസിനൊക്കെ ചെയ്യുന്നത് പോലുള്ള സംഭവം ഉണ്ടല്ലോ, അത്തരിയാണ്. അപ്പം നമുക്ക് ആളകത്തുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അകത്തോട്ട് ആളിനെ കയറുന്നത് കണ്ടില്ലെങ്കിലും ആ അമ്മയുടെ രൂപത്തിൽ നിന്ന് മനസ്സിലാക്കി ഇത് ഞാൻ പറഞ്ഞു, ഇതാ നമ്മളെന്നും കാണത്തില്ല പോകുന്നത്, ആ അമ്മയാണതെന്ന് പറഞ്ഞു. എനിക്ക് അത്രയും ദൂരം നിന്ന് എനിക്ക് അവരുടെ ആ പൊക്കവും അവരുടെ രൂപവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നാളാണ്. അങ്ങനെ അവിടുന്ന് എല്ലാം എടുത്തുകൊണ്ട് ഈ അമ്മ വെളിലോട്ടിറങ്ങിയപ്പോഴത്തേക്ക് ശരിയാണ്, ഞാൻ പറഞ്ഞ ആ അമ്മ തന്നെയാണത്. അപ്പം ആ അമ്മയുടെ വലിയൊരു തൊണ്ടൊക്കെ കയ്യിലിരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് ഈ ചേച്ചി എന്നോട് പറയുന്നത്, ഇതാ സൗമ്യ, ഒരുപാട് പേര് ഇവിടെ ആരും ഇല്ലെന്ന് കരുതിക്കൊണ്ട് റോഡ് സൈഡിൽ കയറി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാകും നമ്മൾ വെക്കുന്ന ഒരു ഇത്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇനി ആ അമ്മയോട് ചോദിക്കുമോ ഓടിച്ചത്? ഇല്ല, ഞാൻ ചോദിക്കത്തില്ല എന്ന് പറഞ്ഞു. ശരിയാണ്, ചോദിച്ചത് കൊണ്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അവർക്കൊരു ചെറിയൊരു നാണക്കേട് ചിലപ്പം തോന്നുമായിരിക്കും. പക്ഷേ എനിക്കപ്പം തോന്നിയത് എന്താണെന്നറിയാം, അവർ ഓടിച്ചത് നമ്മൾ കണ്ടില്ല എന്ന രീതിയിലൊന്ന് സംസാരിക്കണം. ഞങ്ങൾ കുറേ ഉണ്ടായിരുന്നു, എല്ലാവരും ഓരോരുത്തർ വരുന്നവർ ചോദിക്കാതെ പോലും ഓടിച്ചുകൊണ്ട്. അപ്പോൾ എന്തൊക്കെ പറയാം, സൗമ്യ അത് ശരിയാണോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ചോദിക്കാതെ, നമ്മൾ ചോദിച്ചാൽ ഞാൻ ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കും. നമ്മൾ മറ്റെവിടെ നിന്നെങ്കിലുമൊക്കെ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് വെക്കുന്നതല്ലേ. ഞാനാണെങ്കിൽ അത്ര കാര്യമായിട്ട് അതിനെ നോക്കുന്നത്. അപ്പം അവർക്ക് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ കുടിക്കുന്ന ആ അമ്മയുടെ കൈ വലിയ 2-3 തണ്ടൊക്കെ ഇരിക്കുന്നത് മണപ്പിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആ ചേച്ചിക്ക് എന്തോ ഒരു സങ്കടം തോന്നിയിട്ടുണ്ടെന്നറിയാം. പുള്ളിക്ക് ഭയങ്കര വിഷമം തോന്നി, കാരണം ചോദിക്കാതെ ഏറിയങ്ങ് ഒടിച്ചു. അതും ചെറിയൊരു കഷ്ണമല്ല, വലിയ തണ്ട് തന്നെ ഒടിച്ചുകൊണ്ട് പോയേക്കുന്നു. അപ്പോൾ ആ അമ്മത്തേത് വളരെ തെറ്റാണ്. റോഡ് സൈഡിലാണ് കാണുന്നത്, ഓടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ റോഡിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം റോഡിലാണ് നിൽക്കുന്നത്. ഇത് വീടിനകത്ത്, വീടിൻ്റെ ഫൗണ്ടേഷനോട് ചേർന്ന് ആ ചേച്ചി വളർത്തിയിരിക്കുന്നത്. കയറി അങ്ങ് എടുത്തുകൊണ്ട് പോവുക, എന്തെല്ലാമാണല്ലേ. അങ്ങനെയും കുറേ മനസ്സുകൾ എങ്ങനെ കൊണ്ടുവച്ചിട്ടൊക്കെ അതിലൊരു പൂ വന്നിട്ട് എന്ത് കാര്യം സാധിക്കാനാണ്? അതിൻ്റെ ഭംഗിയിൽ എന്താണ് ആസ്വദിക്കാൻ പറ്റുക? ഒരാളോട് അനുവാദം ചോദിക്കാതെ ഒരു സാധനം എടുത്തിട്ട് എന്താണതിൽ? അല്ലെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യമുള്ള വീടാണെങ്കിൽ നമുക്ക് പോയി എടുക്കാം. അതായത് ഞങ്ങൾ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ എടുക്കുന്നവരുണ്ട്. പക്ഷേ ഇത് മറ്റൊന്നുമല്ല, ഇപ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കുന്ന, ഇപ്പോൾ നമ്മൾ ഒരു സാധനം, ഒരു പാത്രം അങ്ങോട്ട് എടുത്ത് തിരിച്ച് നമ്മളത് പാത്രം കൊടുക്കുമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ അങ്ങോട്ട് കൊടുത്തു, നമ്മൾ ഇങ്ങോട്ട് എടുത്തു തിരിച്ചു കൊടുത്തു, ആ ഒരു രീതിയാണ് ഓക്കെ. പക്ഷേ അല്ലാതെ
എന്നേക്കുമായി നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ എന്താണ്, അതൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ആ അമ്മയ്ക്ക് എന്താണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷനായി. കാരണം എല്ലാ ദിവസവും ഈ അമ്മ ഞങ്ങൾ വഴി കാണുന്നതാണ്, ഇവർ സംസാരിക്കുന്നതാണ്, കുഞ്ഞിനോടൊക്കെ വലിയ കാര്യത്തോടൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു പ്രവൃത്തി മാത്രം അവരുടെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതൊരു തെറ്റായ കാര്യമാണ്. എന്താണ് അവരങ്ങനെ അതെന്നറിയില്ല. പക്ഷേ അത് ആ ചേച്ചിയോടൊന്ന് പറയണം, ചേച്ചി ഒന്ന് സൂചിപ്പിച്ചേക്കണം ഇങ്ങനെ ആളുകൾ കയറിയെടുക്കും. അപ്പോൾ അവർക്കത് ഒരു ഫീൽ ചെയ്തെങ്കിൽ അവരെപ്പോൾ എന്ത് ചെയ്യും, മറ്റൊന്നും കൊണ്ടല്ലെങ്കിൽ അത് ഞാനും ഒരു പ്രാവശ്യം എടുത്തായിരുന്നു കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാം അവർ ഒരു മര്യാദ രീതിയിൽ അത് പറഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷെ അവരത് ഇങ്ങനെ സൂചിപ്പിക്കുമ്പോഴും പറഞ്ഞില്ലെങ്കിൽ അവർ ഇങ്ങനെയൊക്കെ പലതും ചെയ്യും, ഇനിയും എടുക്കും. ആ ഒരു സ്വഭാവമാണ് അവരുടേത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്കിവിടെ ഇഷ്ടംപോലെ പൂവും ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ പൂവാണ്. ഒരു റോസയിൽ തന്നെ 20 പൂ വരെ ഞാൻ എണ്ണിട്ടുണ്ട്, ഒന്നിച്ചുണ്ടാവും. അപ്പം ചിലരൊക്കെ ഇങ്ങനെ കയറി വന്നിട്ട് പറിച്ചുകൊണ്ട് പോകും. ഇവിടെ ഗേറ്റ് അടച്ചിടുന്നത് വളരെ കുറവാണ്. ഇവിടെ അടുത്തൊരമ്മയുണ്ട്. ആ അമ്മ അമ്പലത്തിൽ പോകുമ്പോൾ ഞാനിങ്ങനെ വലിയ കാര്യമായിട്ട് വെള്ളം ഒഴിച്ച് വളം എന്ന് പറഞ്ഞാൽ പച്ചക്കറിയുടെ വേസ്റ്റാണ്, എല്ലാം കൊടുത്ത് വളർത്തി ഞാൻ രാവിലെ വന്ന് നോക്കുന്ന എത്ര പൂ വിരിഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു, എല്ലാം കൊഴിഞ്ഞു പോയോ, ഇതൊക്കെയാണ് രാവിലെ എണ്ണിച്ചെല്ലാം ഞാൻ ചെന്ന് നോക്കുന്നത്. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ഇന്ന് ഇത്രയും പൂവുണ്ടല്ലോ, ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് അകത്തോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഒറ്റ പൂവും കാണത്തില്ല. കാരണം ഈ അമ്മ വന്നിട്ട് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് എല്ലാം പറിച്ചുകൊണ്ട് പോകും. ലാസ്റ്റ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും പറയുന്നത് കുറച്ച് ഭംഗി കാണും, നമ്മളെല്ലാം കൊണ്ട് അമ്പലത്തിൽ കൊടുക്കണമെന്നില്ല, ഭംഗിക്കും കൂടെയാണ് വളർത്തുന്നത്. അപ്പോൾ അമ്മയോട് പറയണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് അനുവാദം കൊടുത്ത് ആരാന്ന് വെച്ചാൽ പറഞ്ഞോളൂ, എൻ്റെ പൂവിനെ അത് കൊണ്ടുപോകുന്നില്ല, എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പൂ നമ്മൾ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണം അല്ലേ. ഇത് വേറൊരാൾ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയത് കൊണ്ടുപോയി അമ്പലത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിക്കണം, അത് ഒന്ന് അവരോട് കൊണ്ടുപോകുന്നു അല്ലേ. അങ്ങനെ ഏൽപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അമ്പലത്തിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കണം. നമ്മുടെ കൈക്കും കാലിനും ആവുന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് കൊടുക്കുക. ഞാൻ പോകുമ്പോൾ കൊടുക്കാറുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ. അത് നമ്മുടെ ഒരു സന്തോഷമാണത്. ആ സന്തോഷത്തോടു കൂടി കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ചോദിക്കാതെ പോലും പറിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാകും. ആ വിഷമം അങ്ങനെ നിൽക്കുമ്പോൾ ആ പൂവാട് അമ്പലത്തിൽ കൊണ്ട് കൊടുത്തിട്ട് ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തുവായാലും നമ്മളതൊക്കെ അത്ര കരുതലോടുകൂടി വളർത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മറ്റൊരാൾ വന്ന് അങ്ങ് മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അത് വളരെ തെറ്റാണ്. ചോദിച്ചു നോക്കൂ, തരുന്നെങ്കിൽ വാങ്ങിക്കുക, അതല്ലേ നല്ലത്. അല്ലാതെ മോഷണം ഒരിക്കലും ശീലമാക്കുകയോ അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതോ ഒന്നും നല്ല കാര്യമല്ല. അതാരെയും പറഞ്ഞു കൊടുക്കുന്നതും ശരിയായ കാര്യമല്ല. ശരിയല്ലേ?